ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ഫാദർ, ഈ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂട്ടുമ്പോൾ ഇവിടെ വില കൂട്ടും, അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ന്യായമല്ലേ എന്ന് തോന്നാം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ യുദ്ധം അവസാനിച്ചു, കഴിഞ്ഞ ഡിജിറ്റൽ സൈൻ ഇട്ട ജൂൺ 5 മുതൽ തന്നെ വില കുറയാൻ തുടങ്ങിയതാണ്. വീണ്ടും $74 എത്തി നിൽക്കുകയാണ്. അത് ഇനിയും കുറയും, അത് 60-ലും 55-ലും ഒക്കെ എത്തുമെന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്തായാലും കുറഞ്ഞു, 74 വരെ കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിയ ഇന്ധനവില, LPGയുടെ അടക്കമുള്ള വില, അത് ഇനി കുറയ്ക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യുദ്ധം അവസാനിച്ചതിൽ വളരെ സന്തോഷം, ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്ധനവില തീർച്ചയായിട്ടും കുറയണം. കാരണം കപ്പലുകൾക്ക് യഥേഷ്ടം വരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും ആലോചിച്ചിട്ട് ഇന്ധനവില കുറച്ചാൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് നമ്മുടെ അടുക്കളകളൊക്കെ ആശ്വാസത്തിന്റെയും വളരെയേറെ വിലക്കുറവിന്റെയും അവസരങ്ങളായി തീരുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, ആശംസ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ $112 ഉയർന്ന വിലയായിരുന്നു ക്രൂഡ് ഓയിലിൻ്റേത്. സ്വാഭാവികമായും ഇന്ധന ലഭ്യതയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലേക്കൊക്കെ വരുന്ന ക്രൂഡ് ഓയിൽ ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ചതോടുകൂടി. പക്ഷേ ഇപ്പോൾ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ നമ്മുടെ പെട്രോൾ ഡീസൽ വിലയും LPG വിലയും ഒക്കെ കുറയും എന്നാണ്. അതുണ്ടാവുമോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരമുണ്ട്. അങ്ങനെ ഇപ്പൊ യുദ്ധം അവസാനിക്കാന്ന് പറഞ്ഞു. ഇത് എത്ര ദിവസത്തിനാണോ മാസത്തിനാണോ എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞാൽ തിരക്കില്ല, അതും വേണം. പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? എന്തായാലും ഈ കണക്കിന് പോയാൽ വലിയ കുഴപ്പമില്ലാതെ അവസാനിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയാണ്. അതൊന്നും നമുക്ക് ഇസ്രായേൽ ഇപ്പോഴും മറ്റു ഭാഗത്ത് വേറെ നിലപാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. എന്നാ പിന്നെ പറയാൻ പോണ്ടേ, 12 വർഷമായിട്ട് ഇപ്പൊ അവിടെ ഭരിക്കാണ് എന്നും പറഞ്ഞാണ്ട് ഈ TV-യിലും ചാനലിലും എല്ലാം കാണിക്കുകയാണ് അതിന്റെ നേട്ടങ്ങളും മറ്റും മറിച്ചതും ഒക്കെ. എല്ലാവർക്കും സുഖമാണെന്നുള്ളത് വരുത്തി ഓരോരോ ബിസിനസ്സും കാര്യം പച്ചക്കറിയും വേറുള്ളതും കച്ചവടങ്ങളും വേറുള്ളതൊക്കെ വളരെ ഉന്നതയിലെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞാൽ വളരെയധികം പബ്ലിസിറ്റിയോടുകൂടി കാട്ടപ്പെടുന്നുണ്ട്. അത് ജനങ്ങളുടെയാണ് കാട്ടുന്നത്. ഇവിടെ ഈ പാവപ്പെട്ടവര് വേറെ പലരുണ്ട്, ഇതൊന്നും അവരെ ആനുകൂല്യങ്ങളൊന്നും എത്തിപ്പെടാൻ. ഈ വിഷയത്തിലേക്ക് വരാം ശ്രീ മുഹമ്മദ്. അതും പ്രധാന വിഷയം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിലേക്ക് വരാം. കുറച്ചിട്ടാൽ നമുക്ക് നന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഗ്യാസിനും വേറെതിനൊക്കെ വലിയ മാറ്റായ വില കൊടുക്കണം. അത് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയത്. പിന്നെ യുദ്ധം നീണ്ടിക്കാതെ ആ പാടി നിൽക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നുള്ളതിനും നല്ലതാണ്. അത് ജനങ്ങൾക്ക് നല്ലതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ സർവ ലോക എന്താ അതിന് പറയാ, ഞാൻ ഒന്നും പറയാല്ല. ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇവിടെ ഒരു സാധാരണക്കാരുടെ പരിയിൽ എപ്പോഴും അതിന്റെ കാര്യങ്ങൾ ഇവിടെ അടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി യുദ്ധം ഇല്ലാതെ ഇരിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം, പറഞ്ഞാൽ മതി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രമേശാണ്, എരുമേലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശ്, താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിൽ? ഇപ്പോൾ സമാധാന കരാർ നിലവിൽ വന്നു. എന്തായാലും അമേരിക്കയും ഇറാനും അതിൽ ഒപ്പിട്ടു, അത് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ആനുപാതികമായ കുറവ് നമുക്ക് നമ്മുടെ ജീവിത ചെലവിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹലോ പക്ഷേ, നമസ്കാരം. നമസ്കാരം. ഒരു കാരണവശാലും ഇവര് കുറയ്ക്കുകയല്ല. ഇവരതൊരു അവസരമാക്കി എടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഡോളർ അനുസരിച്ച് ഈ ഇതിന്റെ വില കുറഞ്ഞായിരുന്നു. അവർ $1 കുറച്ചോ? ഇല്ലല്ലോ. അന്നേരം ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു കാരണവശാലും ഇവരിത് കുറയ്ക്കുകയല്ല. പൈസ ഇത് കൂട്ടിയത് തന്നെ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇതിന് ബെറ്റ് വെച്ചു. ഒരു കാരണവശാലും ഇവർ കുറയ്ക്കാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം സുരേന്ദ്രൻ പറഞ്ഞല്ലോ, അവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് 1500 നോട്ട് വെച്ചാൽ പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോള് 50 രൂപയ്ക്ക് ഡീസല് കിട്ടുമ്പോ നിങ്ങൾ ഓർപ്പം മോദിയെ ഓർപ്പം എന്ന് പറഞ്ഞു. നമുക്കത് കുറയ്ക്കാൻ നമുക്കങ്ങനെ കിട്ടിയോ? ഇല്ലല്ലോ. ഇവരെ ഒരു 5 പൈസ പോലും ഈ പ്രാവശ്യം ഇവര് കൂട്ടരുതായിരുന്നു.
എന്താന്ന് വെച്ചാൽ ഇതിന് വില കുറഞ്ഞപ്പോ ഇവര് കുറച്ചില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് വില കൂടിയപ്പോ ഇവര് കൂട്ടുന്നു? കോടിക്കണക്കിന് രൂപ ലാഭത്തിലായിരുന്നു അന്ന് ഈ കമ്പനികൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവർക്ക് യാതൊരു നഷ്ടവുമില്ല. ഇതിന് അടിസ്ഥാനം ഇട്ടത് കോൺഗ്രസ്സുകാരുമാണ്. അന്നിരുന്ന UPA ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ഇരുന്ന ആ വില നിയന്ത്രണം ഉണ്ടായിരുന്ന അത് എടുത്തു മാറ്റിയതും. ആദ്യമേ ഡീസലിന്റെ മാറ്റി, ഇവര് കയറി കഴിഞ്ഞപ്പോൾ അതിന് അനുമതിയുമായിട്ട് പെട്രോളിന്റെ എടുത്തു മാറ്റി. അപ്പം ഇവര് രണ്ടുപേരും BJPയും കോൺഗ്രസിനും രണ്ടുപേരും തുല്യരാണ്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ഇവരിത് കുറയ്ക്കാൻ പോകുന്നില്ല. കൂട്ടിയത് തന്നെ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. കൂട്ട് തന്നെ, കുറയ്ക്കില്ല എന്നാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കൂട്ടുമ്പോഴൊക്കെ കൂട്ടുന്നവർ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ പല ന്യായങ്ങൾ പറഞ്ഞ് അത് കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കാറുമൊക്കെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സുബേറാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുബേർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം കിരൺ സാറ്, അതെ, 2000 ഓർമ്മയിൽ 2002 നമുക്ക് ക്രൂഡോളിന്റെ വില 142 ആയിരുന്നു. അന്ന് $142. അന്ന് ഞാൻ 73 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ബുള്ളറ്റ് അടിച്ചാൽ ബുള്ളറ്റ് ഇപ്പോൾ എന്റെ അടുത്തുണ്ട്. എനിക്ക് എത്ര ഓർമ്മ, 73 രൂപ അന്ന് പെട്രോളിന് വിലയുള്ളൂ. അന്ന് $142 $142 ഉള്ള ടൈമിലിട്ടാ 2002, 2002, 2007, 2006, 2007 ആ ടൈമിൽ ഞാൻ ബുള്ളറ്റ് മേടിച്ചത്. ആ ബുള്ളറ്റ് ഇപ്പോൾ എന്റെ അടുത്തുണ്ട്. ആ വണ്ടിയിലെ ഞാൻ പെട്രോൾ അടിച്ചിരുന്നത് 70-72 രൂപ 69 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്നത്. ഇപ്പൊ പെട്രോൾ വില മാറി. ഇപ്പൊ എത്രയായി? അതിലിടയ്ക്ക് എത്ര കുറച്ചിട്ടില്ല. ഇപ്പൊ അത് മാത്രമല്ല, ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു TV-യില്. അത് പെട്രോൾ വില കുറയും, പക്ഷെ അത് അവർക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെ നഷ്ടം വന്നത് സാറൊന്നും പറയും. എങ്ങനെ നഷ്ടം വന്നവർക്ക്? അവരിത് അവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇത് കൂട്ടാൻ തുടങ്ങി. അപ്പൊ ആൾക്കിനും ഇലക്ഷൻ വന്നതൊക്കെ പ്രശ്നമായിട്ട് ഇവിടെ മൊത്തത്തിൽ കൂട്ടാൻ പറ്റാത്ത കണ്ടീഷൻ ആയപ്പോ അവരങ്ങനെ നിന്ന് അതിനുള്ള ഒറ്റയടിക്ക് കയറ്റിയില്ലേ. വാണിജ്യ സിലിണ്ടർ എത്ര 1000 രൂപ കൂട്ടിയില്ലേ. നമ്മുടെ പെട്രോളിന് സ്ഥിരം നാട്ടിൽ ഈ പണിക്ക് പോകുന്നത് സാധാരണക്കാരൻ പെട്രോൾ അടിക്കുന്നതൊക്കെ ഈ വണ്ടി 100 രൂപയ്ക്ക് അടിച്ചിട്ടാ. 100 രൂപയ്ക്ക് അടിച്ചാൽ അവന് ചിലപ്പോൾ 30 കിലോമീറ്റർ കിട്ടും, 40 കിലോമീറ്റർ കിട്ടും. അതിപ്പോ 150 രൂപയ്ക്ക് അടിക്കണ്ടേ? അത് നടക്കോ? ഇല്ല. അപ്പൊ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനാണ് ആലോചിക്കാന്ന് പറഞ്ഞത്. ഇവര് 25 രൂപ കുറച്ചേ പറ്റുള്ളൂ. അതായത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോ എന്താ പറഞ്ഞ 50 രൂപയ്ക്ക് പെട്രോൾ തരും, നമുക്ക് 400 രൂപ ഗ്യാസ് തരും. പിന്നെ എന്തിന് നമ്മുടെ അക്കൗണ്ടിൽ കള്ളപ്പണം ഭരിച്ച് 2000 നോട്ട് ഇറക്കിയപ്പോ എന്താ പറഞ്ഞാൽ എല്ലാവരും അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടാ. എന്റെ അക്കൗണ്ടിൽ, സാറിന്റെ അക്കൗണ്ടിൽ വന്നാ? ഇല്ല, വന്നിട്ടില്ല. അപ്പൊ മൊത്തം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ അവര് പറഞ്ഞില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും യുദ്ധം അവസാനിച്ചത് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ലോകത്തിനാകമാനം പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. കാരണം നമ്മുടെ ഗൾഫ് മേഖലയിലൊക്കെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സമാധാനം, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആശ്വാസം വലുതാണ്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും വില കൂടിയിരുന്നു. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടിയതോടുകൂടി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിനും വില കൂടി. ഇനിയിപ്പോൾ ആ വില കുറയാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് കുറയുമോ? ശ്രീ പ്രസന്നൻ പറയാം. നമസ്കാരം. ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാഷ്ട്രങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ യുദ്ധം കൂടുതൽ അത് ഞെരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതായത് ഈ സാർ പറഞ്ഞ പോലെ ഈ ഗൾഫ് മേഖലയിലും വിദേശത്തൊക്കെ നമ്മുടെ ആളുകൾ കൂടുതൽ ജോലി ചെയ്യുന്നു. അവരുടെ വരുമാനം, അതുപോലെ തന്നെ പിന്നെ ക്രൂഡ് ഓയിൽ വരുന്ന വഴി, പിന്നെ ഒക്കെ മൊത്തത്തിൽ നമ്മൾ കൂടുതൽ ഞെരുങ്ങുന്ന ഒരു രാഷ്ട്രമാണ്. നമുക്ക് കൂടുതൽ ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ വളരെ വലിയ ശതമാനം നമുക്ക് പെട്രോൾ വിദേശത്ത് വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് എന്റെ ഒരു ധർമ്മബോധം അനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആനുപാതികമായിട്ട് കുറഞ്ഞേ പറ്റൂ. കുറയ്ക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ നികുതി പണം കൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കിപ്പോ അധികമായിട്ട് ഇപ്പൊ റഫാൽ യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ S-400 ഒക്കെ വാങ്ങിക്കുന്ന ഒരു സംഗതികളൊക്കെ ഉണ്ട് പണ്ടത്തെക്കാളും കൂടുതലായിട്ട്. അപ്പൊ ചെലവുകൾ, പിന്നെ രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ട് നമ്മൾ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് പൈസ വേണം. അതുണ്ടെങ്കിൽ പോലും ഈ കൂട്ടിയ പൈസയില് സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോൾ കുറയ്ക്കേണ്ടതാണ്, കുറയ്ക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.